നല്ലൊരു ലിവറിലൂടെ നിങ്ങൾ ഒന്നുകൂടി ജീവിക്കൂ എന്നുള്ളതാണ് ഈ ഒരു ഹെഡിങ്ങിലൂടെ ഇതിന്റെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേരിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 1800 പരം ശസ്ത്രക്രിയ അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു. അതിൽ 34% അവയവമാറ്റ ശസ്ത്രക്രിയക്ക് നയിച്ചിട്ടുള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു രോഗം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ്. അതുപോലെ 32% ആൽക്കഹോളിക് ലിവർ സിറോസിസ് വന്നതുകൊണ്ടാണ് അവയവം മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഹെപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്നത് നീർക്കെട്ട്, ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ടാണ് വൈറസിന്റെയും ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. ഒക്കെയാണ് ഈ ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. അപ്പൊ ഈ ലിവറിന്റെ കർമ്മങ്ങൾ ഞാൻ പറഞ്ഞു അല്ലെ, എന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഫിൽട്ടർ ചെയ്യുന്നതും ഒക്കെ ലിവറാണ്. അപ്പൊ ലിവറിന്റെ പ്രവർത്തനം കൃത്യമായിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ആദ്യഘട്ടത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, പുളിച്ച തികട്ടൽ ഉണ്ടാവുക, ഛർദ്ദിക്കണം എന്ന് തോന്നുക, ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവുക. പലരും ഈ ഗ്യാസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അതിനെയൊക്കെ വിട്ട് കളയുകയാണ് ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, ഇന്ന് കഴിച്ച മരച്ചീനിയുടെ കാരണമൊക്കെ ആയിരിക്കും വിചാരിച്ച് വിട്ട് കളയുകയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എടുത്ത് നോക്കേണ്ടതാണ്. വിട്ടുമാറാതെ ഈ വയറ് പെരുപ്പ് ഉണ്ടാവുക, വയറ് വീർത്ത് വരിക, മോഷൻ കൃത്യമായിട്ട് പോവാതിരിക്കുക, മൂത്രത്തില് കളർ വ്യത്യാസം ഉണ്ടാവുക, വയറ് വേദന ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങളൊക്കെയാണ് ആദ്യഘട്ടങ്ങളിൽ ലിവറിനെ ബാധിച്ചിട്ടുണ്ട്, എന്നെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്ന ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ആദ്യഘട്ടത്തിൽ വേണം നമ്മൾ എന്ത് കൊടുക്കാൻ, നമ്മളുടെ ഈ പ്രൊഡക്റ്റ് നൽകാനായിട്ട്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളതാണ് റേവൻ ചീനി, അതുപോലെ തന്നെ കാൽമേഘ, നിലവേപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഒരുപാട് ആന്റി വൈറൽ ആക്ടിവിറ്റിയാണ് ഇതിലുള്ളത്. വൈറസ് ഒരുപാട് നമ്മളുടെ ലിവറിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ ആന്റി വൈറൽ ആക്ടിവിറ്റി. അപ്പൊ ഈ നിലവേപ്പ് എന്ന് പറയുന്നത് കോവിഡിന്റെ സമയത്തിന്റെ വളരെയധികം വ്യാപകമായിട്ടുള്ള ഒരു സസ്യമായിരുന്നു. നിലവേപ്പ് കഷായം കുടിക്കുന്നതിലൂടെ കോവിഡിനെ പ്രതിരോധിക്കാനൊക്കെ ആയിട്ട് സഹായിച്ചിരുന്നതായിരുന്നു. അപ്പൊ അത്രയധികം ആന്റി വൈറൽ കർമ്മമാണ് ഉള്ളത്. പിന്നീടാണ് ആൾക്കാർ ഇതൊക്കെ അറിയുന്നത്. ആയുർവേദത്തിലെ വളരെ നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആ ആയുർവേദത്തിലെ ശ്രേഷ്ഠമാണ് കരളിന്റെ ലിവറിന്റെ സംരക്ഷണത്തിന് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് നിലവേപ്പൊക്കെ. അപ്പൊ ആ നിലവേപ്പിനെയാണ് നമ്മളുടെ ലിവാഗെയിനില് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഈ റേവൻ ചീനി ഞാൻ പറഞ്ഞു ആന്റി വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബിയിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കാലവേഗം അല്ലെങ്കിൽ നിലവേപ്പ് എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമൊക്കെ വരാതെ സംരക്ഷിക്കുന്ന ഒന്നാണ്. കൂടാതെ ഇനി ഇതൊന്നും ഇല്ലാതെ ഇതിനപ്പുറം ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ് മരമഞ്ഞൾ ചേർന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ചിത്രകമൂലം അതായത് കൊടുവേലി ഇതിൽ ചേർന്നിട്ടുണ്ട്, നെല്ലിക്ക ഇതിൽ ചേർന്നിട്ടുണ്ട്, പപ്പടക പുല്ല് ഒക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ ലിവറിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നതാണ്. ലിവർ ഒരുപാട് എൻസൈംസ് ഉത്പാദിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എൻസൈംസിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, ഒന്നുകൂടി ഉത്പാദിപ്പിക്കപ്പെടാൻ സഹായിക്കുന്നതാണ്. ലിവറിന് ഞാൻ പറഞ്ഞു പുനർജീവനം എന്നുള്ള ഒരു കർമ്മമുണ്ട് ലിവറിന്. അപ്പൊ ആ പുനർജീവന കർമ്മത്തെ ഇത് ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്നു, ഒന്നുകൂടി നല്ല രീതിയിലായിട്ട് നടത്താനായിട്ട് സഹായിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ്, ഔഷധ സസ്യങ്ങളാൽ വന്നിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് ലിവാഗെയിൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പം ഇതിന്റെ എന്തുണ്ട്, ലിക്വിഡും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ക്യാപ്സ്യൂൾസും അവൈലബിൾ ആണ്. അപ്പം ഇത് ലിവറിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് തേടി പിടിച്ച് കൊടുക്കണോ? വേണ്ട. നമുക്ക് എല്ലാവർക്കും ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുള്ളതല്ലേ? യെസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് അല്ലേ? 1 to 2 ടീസ്പൂണ് ലിക്വിഡ് അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ടാബ്ലറ്റ് വീതം, ക്യാപ്സ്യൂൾ വീതം നമുക്ക് ഓരോരുത്തർക്കും കഴിക്കാവുന്നതാണ് ലിവറിന്റെ പ്രശ്നങ്ങൾ. കാരണം ലിവർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കഴിക്കുന്നത്. നമ്മൾ തന്നെ നമ്മളെ ഓരോ അവയവത്തിനെയും നാശത്തിലേക്ക് നയിക്കുകയാണ്. മഞ്ഞപ്പിത്തമൊക്കെ അധികമായിട്ട് ബാധിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ മതി എന്ന് ഒരിക്കലും പറയരുത്. ഇവരോടൊക്കെ എന്ത് പറയാം, നമുക്ക് മഞ്ഞപ്പിത്തമൊക്കെ ഒരുപാട് ആയിക്കഴിയുമ്പോൾ, അതായത് ബിലിറൂബിന്റെ ലെവലൊക്കെ 10-ലധികം ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് കേവലം ലിവാഗെയിൻ കഴിച്ചത് കൊണ്ട് കാര്യമില്ല. അവരോട് അതിൻ്റെതായിട്ടുള്ള മരുന്ന്, ഹോമിയോപ്പതി ആയിക്കോട്ടെ ആയുർവേദം ആയിക്കോട്ടെ, അത് കഴിക്കുന്നതിന്റെ കൂടെ നമ്മളുടെ ലിവാഗെയിനോട് കഴിച്ചാൽ നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന ലിവർ സംരക്ഷണം 1 മടങ്ങ് അധികമാകും. എന്ത് കഴിക്കുമ്പോൾ? ലിവാഗെയിൻ കഴിക്കുന്നതിലൂടെ, ലിക്വിഡോ അല്ലെങ്കിൽ ക്യാപ്സ്യൂളോ കഴിക്കുന്നതിലൂടെ എന്നാണ് നിങ്ങൾ അവരോട് പറയുന്നത്. അപ്പൊ അത്രയാണ് നമ്മളുടെ ലിവാഗെയിൻ.